വെൽക്കം ബാക്ക് ടു OTT ടാർഗറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. മരണമാസ്, റെട്രോ, ആലപ്പുഴ ജിംഖാന, ഹണ്ട്, കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നിവയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ശിവപ്രസാദ് ആദ്യമായി സംവിധാനം ചെയ്ത മലയാള ബ്ലാക്ക് കോമഡി സിനിമയാണ് മരണമാസ്. ബേസിൽ ജോസഫ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഏപ്രിൽ 10-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഈ ചിത്രം മെയ് 15 മുതൽ സോണി ലീവിൽ ലഭ്യമാണ്. ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. തമിഴ് ഭാഷ റൊമാൻറ്റിക് ആക്ഷൻ സിനിമയാണ് റെട്രോ. സൂര്യയാണ് ഇതിലെ നായകൻ. സുബ്ബരാജാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പൂജ ഹെഗ്ഡെയും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ എക്സ്പെക്ട് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. സ്പോർട്സ് ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. നെസ്ലിൻ, ലുക്മാൻ, അവറാൻ, ഗണപതി S പൊതുവാൾ, പ്രദീപ്, സന്ദീപ്, അനഘ രവി എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10-നാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ബോർഡ് എക്സാം പൂർത്തിയാക്കിയ ആലപ്പുഴയിലുള്ള 5 കൂട്ടുകാരുടെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണിത്. മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യവാരം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മലയാള ഹൊറർ സിനിമയാണ് ഹണ്ട്. ഈ ഒരു സിനിമയിൽ നായികയായി എത്തിയിരിക്കുന്നത് ഭാവനയാണ്. രജനി പണിക്കറും ചന്തുനാഥും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് ഈ ഒരു സിനിമയെ പറ്റി പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മെയ് 23-ന് മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. 2022-ലാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ പുറത്തിറങ്ങിയത്. ഈ ഒരു സിനിമ ഫാമിലി ത്രില്ലർ സിനിമയാണ്. ശരത് ജി മോഹനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നീരജ് റെനി, ആദ്യ പ്രസാദ്, ഇന്ദ്രൻസ്, ജോയ് മാത്യു, നന്ദു വിജയ് കുമാർ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് 20-ന് മുമ്പ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ OTT അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.